ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ അല്ല, ഒരു അടുക്കള ടിപ്പാണ് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ആളുകൾ അല്ലാത്തവരും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് തേങ്ങ നമ്മൾ തിരുമിയിട്ട് സമയം കിട്ടുന്ന സമയത്ത് തിരുമിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ജോലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മിക്കവാറും ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രീസറിൽ നമ്മൾ തേങ്ങ വെക്കുന്ന ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പോയി എടുക്കാൻ നേരം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ. നല്ലപോലെ കുത്തി ഇളക്കിയൊക്കെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തേങ്ങ കിട്ടുമെന്ന് നോക്കാം. അതായത് കണ്ടില്ല, ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത ഒരു നേരത്തെ കാണിച്ച അതേ പാത്രമാണ്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ സ്പൂണും അല്ലെങ്കിൽ ഓരോ തേങ്ങ ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാം. അല്ലാതെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ആരോഗ്യമൊക്കെ കളഞ്ഞ് അത് അല്ലെങ്കിൽ കുറേ നേരം അത് തണുപ്പ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ആക്കിയെടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച തേങ്ങയാണ്. തേങ്ങ ഞാൻ ആ ഒരു പാത്രം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഫ്രീസറിലല്ല ഞാൻ വെക്കുന്നത്, ഫ്രിഡ്ജിലേക്കാണ്. ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ തേങ്ങയൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടണം. ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല വെക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാനുണ്ട്. അപ്പോഴാണ് തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഇതേപോലെ കിട്ടുക. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിനോട് അടുത്തായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് വെറുതെ ഒന്ന് ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. അതായത് നമ്മളൊന്ന് എയർ കയറ്റി വിടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചത് കട്ടിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഫ്രീസറിൽ ഇരുന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, അത് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഞാനത് ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഫ്രീസറിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോഴും നമുക്ക് കാണാം ഭയങ്കര ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. പിന്നെ ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഫ്രീസറിലാണ് കേട്ടോ. നേരത്തെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് എപ്പോഴാണോ തേങ്ങ ആവശ്യമുള്ളത് ആ സമയത്ത് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചു. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. എല്ലാം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സാധാരണ നമ്മൾ ഫ്രീസറിൽ തേങ്ങ വെക്കുമ്പോൾ ഒരുമിച്ച് കട്ടിയായിട്ടിരിക്കും. നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കുത്തി നമ്മൾ ഭയങ്കര ടഫാണ്. ആ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു സമയത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചായിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പ് മാറ്റും, അല്ലെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആവശ്യമുള്ള അനുസരണം തേങ്ങ ഇതേപോലെ എടുക്കാം. ഈ ഒരു കിച്ചൺ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ആളുകൾക്ക് ഇത് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. ഇതുപോലെയുള്ള കിച്ചൺ ടിപ്സും റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്